കരുനാഗപ്പള്ളിയിൽ അഗ്നിരക്ഷാ സേനയ്ക്ക് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള പരിശോധന പൂർത്തിയായി. കരുനാഗപ്പള്ളിയിൽ ഫയർ സ്റ്റേഷന് സ്വന്തം ഭൂമിയും കെട്ടിടവുമെന്ന ഏറെ നാളത്തെ നാടിന്റെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. പോലീസ് സ്റ്റേഷന് തെക്കുഭാഗത്തായി സർക്കാർ അനുവദിച്ചു നൽകിയ സ്ഥലത്താണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പരിശോധനയും പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് ഫയർ സ്റ്റേഷൻ. പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിൽ സ്റ്റേഷൻ ഓഫീസ് റൂം, മെക്കാനിക്കൽ റൂം, സ്റ്റോർ റൂം, റെസ്റ്റ് റൂം, സ്മാർട്ട് ക്ലാസ് റൂം, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, ഭൂഗർഭ ടാങ്ക്, ഓവർഹെഡ് ടാങ്ക്, കുഴൽക്കിണർ, ഗാരേജ് എന്നീ സൗകര്യങ്ങളാണുള്ളത്. വനിതാ ജീവനക്കാർക്കായി പ്രത്യേക റെസ്റ്റ് റൂമും പുതിയതായി ക്രമീകരിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ അഗ്നിശമന സേനയ്ക്ക് സ്വന്തം ആസ്ഥാന നിർമ്മാണത്തിനായി സ്ഥലം ലഭിക്കുന്നതിനായി നിരവധി പ്രദേശങ്ങൾ പരിശോധിച്ചെങ്കിലും ഒന്നും ഫലവത്തായില്ല. ടൗണിനോട് ചേർന്ന ഫയർ സ്റ്റേഷന് സ്ഥലം ലഭ്യമാക്കുക എന്നത് അപ്രാപ്യമായിരുന്നു. ഒടുവിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്താണ് കെട്ടിട സമുച്ചയം പൂർത്തിയാകുന്നത്. മുൻ MLA R. രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് LDF സർക്കാർ സ്ഥലവും കെട്ടിട നിർമ്മാണത്തിനായി 3.75 കോടി രൂപയും അനുവദിച്ചത്. 1989 കരുനാഗപ്പള്ളിയിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നത്. ലാല ജംഗ്ഷന് സമീപം ആരംഭിച്ച സ്റ്റേഷൻ പിന്നീട് 98 പോലീസ് സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്തെ വാടക കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു. പഴകി ദ്രവിച്ച് ഏത് നിമിഷവും നിലമ്പത്താറായ കെട്ടിടത്തിലാണ് ഇപ്പോൾ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇടമില്ലാത്ത സ്ഥലത്താണ് 43 ജീവനക്കാരും 5ഓളം വാഹനങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി അഗ്നിരക്ഷാ നിലയം സ്ഥിതി ചെയ്യുന്നത്. സ്വന്തമായി സ്ഥലവും കെട്ടിടവും എന്ന ആവശ്യം നിറവേറ്റുന്നതിനായി നടത്തിയ നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലാണ് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് 20 സെന്റ് സ്ഥലം വിട്ടു നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.